കുഴപ്പമില്ല, പറഞ്ഞോ എന്തിനാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ആട് 3 കാണാൻ പോവാണ്. ഒരുപാട് പ്രതീക്ഷ വെച്ചാണ് പോകുന്നത്. പടത്തിനെ പറ്റി അത്യാവശ്യമൊക്കെ അഭിപ്രായമൊക്കെ കേട്ടു, നെഗറ്റീവും കേട്ടു. അപ്പൊ നമ്മൾ പോയി കണ്ടിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. റിവ്യൂ, മൈ ഒപ്പീനിയൻ. റിവ്യൂ അല്ലല്ലോ, നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഒപ്പീനിയൻ ആണ്. അപ്പൊ ബാക്കിയോടെ എന്ത് പറയുന്നു നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയും. കാണട്ടെ. അപ്പൊ ചായ കുടിച്ചിട്ട് പോകാന്നൊരു ഈ പോണ തടിയന് ആഗ്രഹം. അപ്പം നമ്മൾ ചായ കുടിച്ച് സുന്ദരൻ തട്ട് കടയുന്ന ഒരു ചായ, നല്ല ചായ കുടിച്ചിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാം. റോഡിൽ നല്ല തിരക്ക്. ഇനി വണ്ടിയൊക്കെ എടുത്ത് ആ കാണുന്ന ഓറഞ്ച് വെട്ടം ഡ്രീംസിൽ ചെല്ലുമ്പോഴത്തേക്ക് സമയം കുറേ ആവും. ആറ്റിങ്ങിലാണ് സിനിമ കാണാനായിട്ട് വന്നത്, ആട് 3. അങ്ങനെ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒന്നുമില്ലാത്ത പോലെ ഭയങ്കര തിരക്കാണ് ഇവിടെ. എന്താണെന്നറിയില്ല, ഇന്നത്തെ ദിവസം എന്താ ഭയങ്കര തിരക്കാണ്. അന്ന് നേരത്തെ നമ്മൾ ബാക്കിലാണ് വണ്ടി ഇട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയ പിന്നെ വണ്ടി എടുക്കാനായി. പിന്നെ നമ്മളെല്ലാവരും കൂടെ നടക്കാൻ തുടങ്ങി. നടക്കുവാണ് ഇപ്പോൾ. ഇങ്ങനെ ഡ്രീംസ് തിയേറ്റർ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്, എന്താണെന്നറിയാം. നല്ല തിരക്ക്. നമ്മളെ എൻട്രിയിലാണ് ഇപ്പോൾ, ഡ്രീംസ് തിയേറ്ററിൻ്റെ എൻട്രിയിലാണ് ഇപ്പോൾ. ഇത് ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഓരോരുത്തർ പോണതേ ഉള്ളൂ വീട്ടിലേക്ക്. ഭയങ്കര തിരക്കായി, എന്നുമില്ലാത്ത പോലെയാണ്. ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ട്രാഫിക് ആയാലും എന്തായാലും നല്ല തിരക്കായി. പടത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് പടം കൊള്ളില്ല, ഇഷ്ടപ്പെട്ടില്ല. പടം അപ്പോൾ ഓക്കെ, ഇപ്പം മനസ്സിലാവാത്തതുകൊണ്ട് ഫേസ് ഉണ്ട്. ഫേസൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പടം കാണാൻ അറിയുന്ന ആരെങ്കിലും കൊണ്ടുവരണ്ടേ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ സിനിമ കണ്ട് തിരിച്ച് യാത്ര ചെയ്യുവാണ്. സോറി, നിലയ്ക്കൊക്കെ കൊട്ടി. അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായമായിട്ട് കേട്ട് നോക്കാം. അതിൽ എൻ്റെ ശരി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ആദ്യം കൊച്ചു പയ്യനെയും തുടങ്ങും. അശ്വിനെ ഉറങ്ങണം, പറ അഭിപ്രായം പറ. സിനിമയുടെ അഭിപ്രായം പറ. സിനിമ ഫസ്റ്റ് റിവ്യൂ ആണ്. സിനിമ കുഴപ്പമില്ലതല്ല. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ പ്രതീക്ഷിച്ചായിരുന്നു പാർട്ട് 3 എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ കഥ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയി. പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ബിലോ ആവറേജ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട്. വിഷ്വലൊക്കെ കൊള്ളാം, നല്ല കുറച്ചുകൂടെ ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ എന്തോ കോമഡി ഒന്നും പഴയത്ര വർക്കാവുന്നു. പക്ഷെ കൊള്ളായിരുന്നു. പറയൂ, സിനിമയെ പറ്റിയുള്ള സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻ പറയൂ. വലിയ ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ മിക്സ് ആയി പോയ പോലെ ഒരു ഫീലിംഗ് ആണ്. ഒരു എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സിങ്. മാഡം, കോമഡി കുറവായിരുന്നു, അത്ര പോരല്ലായിരുന്നു. മൊത്തത്തില് നെഗറ്റീവ് ആണല്ലോ ഗൈസ് ഫീല്. മകന്റെ അഭിപ്രായം അതായത് ഇഷ്ടപ്പെട്ടില്ല. വിച്ച് മീൻസ് നമ്മളിപ്പോ ആട് 1, 2 കണ്ട് വച്ചേക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ നിന്നും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്ന ഒരു പടം. അത് വെച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ്. വിഷ്വലൈസേഷൻ ഓക്കെയാണ്, BGM അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു പാറ്റേണിൽ വെച്ച് നോക്കുമ്പോൾ മാറിപ്പോയൊരു പടം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മേ ബി അടുത്ത ഉദ്ദേശിക്കുന്ന ഒരു സംഭവത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ടായിരിക്കാം ഇതത്ര വർക്കാവാത്തത്. മേ ബി അടുത്ത പാർട്ട് അടിപൊളിയാവാനാണ് സാധ്യത. അത്രേ പറയാനുള്ളൂ. അത്ര വിചാരിച്ചത്ര കൊണ്ട് ഒന്നായില്ല. അടുത്ത് എൻ്റെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടായികയൊന്നുമില്ല. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പല സ്ഥലത്തും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കോമഡിയും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തു പടത്തിനകത്ത്. പക്ഷേ നമ്മളെന്തുവാ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് അവാർഡ് 1, 2 ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റയർലി അതുമായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മൂവിയായിട്ടാണ് ഫീൽ ചെയ്തത്. പഴയ ആൾക്കാരെയൊക്കെ അതേപടി തന്നെ ചിത്രീകരിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നതിനകത്ത് ഷാജി പാപ്പൻ്റെ ക്യാരക്ടറായാലും ബാക്കി എല്ലാ ക്യാരക്ടറെല്ലാം അതുപോലെ തന്നെ അതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ ചിരിക്കണം, കളിയാക്കണം എന്നെ.
പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്തു പടത്തിനകത്ത്. എനിക്ക് തോന്നുന്നു ഇത് ആ 2 കാലഘട്ടം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് ഡൈജസ്റ്റ് ആവാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. ക്ലൈമാക്സ് ഈ ഫ്യൂച്ചറിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിരിക്കുമായിരിക്കും, നോക്കാം. ഇല്ല, ഫ്യൂച്ചർ ഇനി പറഞ്ഞു നിർത്തുന്നത് അടുത്ത പാർട്ട് പോലെ അല്ലേ പറഞ്ഞു നിർത്തുന്നത്. അപ്പം ഫ്യൂച്ചറിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പക്ഷെ ഈ കോമഡിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചെയ്തേക്കുന്ന കോമഡിയൊക്കെ സ്റ്റാൻഡേർഡാണ്, ഒരുപാട് ഓവറാക്കിയൊന്നുമല്ല ചെയ്തേക്കുന്ന. അതാത് ക്യാരക്ടർക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. അപ്പം അതിൻ്റെ അഭിപ്രായം ഇതാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് അല്ലേ? അതെ അതെ അതെ. ഇത് എങ്ങനെയല്ലേ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സീനുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഉറപ്പായിട്ട് സിനിമ കാണണം. ഓക്കെ ബൈ. മറ്റേ സാധനത്തിനാണ് Cheers. അയ്യോ